നമസ്കാരം. വഖഫ് നിയമത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. വഖഫായ സ്വത്തുക്കൾ അതല്ലാതെയാക്കരുതെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതി വാദം കേൾക്കുകയായിരുന്നു. സുപ്രീം കോടതി നിർണായക നിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയിരുന്നത്. വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്തതെന്നാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ഉപയോഗം വഴിയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ അതല്ലാതെയാക്കരുത്. വഖഫ് കൗൺസിലിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാകണമെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശം വരുന്നുണ്ട്. കളക്ടർമാർക്ക് വഖഫ് ഭൂമികളിൽ അന്വേഷണം നടത്താം. പക്ഷേ അന്വേഷണം നടക്കുമ്പോൾ വഖഫ് സ്വത്തുക്കൾ അതല്ലാതാക്കില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇടക്കാല ഉത്തരവിലേക്ക് സുപ്രീം കോടതി നീങ്ങിയെങ്കിലും നാളെ കൂടി വാദം കേട്ട ശേഷം മാത്രമായിരിക്കും ഇടക്കാല ഉത്തരവിറക്കുക എന്നാണ് വ്യക്തമാവുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിലെ വിവാദ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം ആരംഭിച്ചിരുന്നു. പാർലമെന്ററി നിയമത്തിലൂടെ മത ആചാരത്തിൽ സർക്കാർ ഇടപെട്ടുവെന്നും കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. അനുച്ഛേദം 26 ലംഘനമാണ് നടന്നത്. മതപരമായ ആചാരങ്ങൾ ഭരണഘടനാപരമായ അവകാശമാണ്. ഇസ്ലാം മതത്തിലെ അനിവാര്യ ആചാരമാണ് വഖഫ് എന്നും ആചാരത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരിന് എന്ത് അധികാരമെന്നും കപിൽ സിബൽ വാദം നടക്കവെ ചോദിച്ചിരുന്നു. എന്തായാലും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി വന്നതോടുകൂടി വലിയ രീതിയിൽ വിവാദങ്ങൾ തുടങ്ങിയിരുന്നതിന്റെ തുടർച്ചയായി സുപ്രീം കോടതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. വഖഫ് നിയമത്തിൽ നിർണായക ഇടപെടലുകളാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. വലിയ നിർദ്ദേശങ്ങളാണ് വരുന്നത്. എന്തായാലും ഇടക്കാല ഉത്തരവ് നാളെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്.